നരകാസുരനുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ആരാ നരകാസുരൻ? ഭഗവാന്റെ തന്നെ സന്താന. വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിൽ ഉണ്ടായ സന്താനമാണ്. ഭൂമിദേവിയെ തേറ്റയിന്മേൽ ഗോരുദ്ധരണം ചെയ്തു കൊണ്ടുവന്ന വരാഹമൂർത്തിക്ക് ഭൂമിദേവിയിലുണ്ടായ സന്താനമാണ് ഈ നരകാസുരൻ. വരം മേടിച്ചിട്ടുണ്ട്, അമ്മയുടെ അനുവാദത്തോടു കൂടിയേ എന്നെ കൊല്ലാവൂ എന്ന്. ഏതെങ്കിലും അമ്മ സമ്മതിക്കുമോ? മകനെ കൊന്നു കളഞ്ഞേക്കുമെന്ന്, തനിക്ക് മരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഭഗവാനും നരകാസുരനും തമ്മിൽ. അപ്പോഴാണ് ആ കൊട്ടാരം നടന്നു കണ്ടത് സത്യഭാമ. 16,100 കന്യകമാരെ തടവിൽ പാർപ്പിച്ചിരിക്കുക മറ്റുള്ളവർക്ക് വിൽക്കാനായിട്ട്. ഇത് കണ്ടപ്പോൾ സത്യഭാമയുടെ മനസ്സലിഞ്ഞു. താനും ഒരു സ്ത്രീയല്ലേ, തൻ്റെ മാനത്തിന് ഇങ്ങനെ വില പറഞ്ഞാൽ തനിക്ക് സഹിക്കുമോ? കൊന്നു കളഞ്ഞേക്കോ ഭഗവാനെ, ഈ ദുഷ്ടനെ, ഇങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ട. ഭാമ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. ഭൂമിയുടെ അവതാരമാണ് സത്യഭാമ. അപ്പൊ അമ്മയുടെ പെർമിഷൻ വേണം. അതുകൊണ്ടാണ് ഭഗവാൻ ഭാമയോട് വരേണ്ടതെന്ന് ചോദിച്ചേ. ഈ മണ്ടി മനസ്സിലാക്കിയില്ല തന്നോടാ പ്രേമം എന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഭാമയെ വിളിച്ചത്? ഭൂമിയുടെ പെർമിഷൻ കിട്ടണം. ഭാമ എന്ന് പറഞ്ഞാൽ ഭൂമി. അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ കൊല്ലാൻ പറ്റുള്ളൂ. അതിനാണ് ഭഗവാൻ വിളിച്ചത്. ഇത് മനസ്സിലായില്ല. ഭഗവാൻ സുരക്ഷകൾ കൊണ്ട് അങ്ങോട്ട് കഴുത്തറുത്തു, നരകാസുരന്റെ മോക്ഷം കൊടുത്തു. 16,100 കന്യകമാരെ മോചിപ്പിച്ചു. അവർ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. ഭഗവാനെ, ഞങ്ങളെ ഇനി വേറെ ആരും സ്വീകരിക്കില്ല. ഏത് രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ അവർ പറയും, നിങ്ങൾ ആ ദുഷ്ടനായിട്ടുള്ള നരകാസുരന്റെ കൂടെ താമസിച്ചവരല്ലേ, ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഭഗവാനെ, അവിടത്തേക്ക് അറിയാം ഞങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും കളങ്കപ്പെട്ടിട്ടില്ല, പരിശുദ്ധരാണ് എന്ന് അവിടത്തേക്ക് അറിയാം. ഞങ്ങളെ സ്വീകരിക്കണേ, അന്യഥാ ശരണം നാസ്തി. വേറെ ആരുമില്ല. അവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട്, ഹൃദയ നൈർമല്യം മനസ്സിലാക്കിയിട്ട്, ശരീരശുദ്ധി മനസ്സിലാക്കിയിട്ട് സർവജ്ഞനായ ഭഗവാൻ ആ 16,100 കന്യകമാരെ അത്രയും വേഷം ധരിച്ച് താവൽ രൂപധര അവ്യയ 16,100 രൂപ ധരിച്ചു. അവരെ ഒരൊറ്റ മുഹൂർത്തത്തിൽ കല്യാണം കഴിച്ചു. അങ്ങനെ ഭഗവാന് 16,108 പത്നിമാരായി. അവരെ കൊണ്ട് ഭൂമണ്ഡലത്തിലേക്ക് വന്നു. അപ്പോഴാണ് ആ സ്വർഗത്തിലേക്ക് ചെന്നു. 16,108 കന്യകമാരെ രക്ഷപ്പെടുത്തിയിട്ട് ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ഭഗവാൻ അതിഥിയുടെ കുണ്ടലങ്ങൾ, വെൺകൊറ്റക്കുട എല്ലാം കൊടുത്തു. ദേവേന്ദ്രന് സന്തോഷമായി. സ്വർലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് സത്യഭാമ കണ്ടത്. അവിടെ അതിമനോഹരമായ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഒരു വൃക്ഷം. ഭഗവാനെ, എന്താ ഇത്? ഇതാണ് പാരിജാതം. ഇത് സ്വർലോകത്ത് മാത്രമേ ഉള്ളൂ, ഭൂമിയിലില്ല. ഭഗവാനെ, അതിൻ്റെ ഒരു കൊമ്പ് ചോദിക്കൂ, നമുക്ക് ദ്വാരകയെ കൊണ്ടു നടാം. ഭഗവാൻ ചോദിച്ചതേ, ദേവേന്ദ്ര, എൻ്റെ സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കൊമ്പ് തരണം, ഭൂമി കൊണ്ടു നടാൻ. അതൊന്നും പറ്റില്ല. ഭാഗവതം കാണിക്കുക, യയാച ആമമ്യ കിരീടകോടിഭി. കാര്യം കാണാൻ നേരത്തെ ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് ദേവേന്ദ്രൻ കാര്യം കഴിഞ്ഞപ്പോൾ പറ്റില്ല എന്ന്. അഹോസുരാണാം ച തമോധികാഠ്യത. ഈ ദേവന്മാരുടെ ഇത്ര വലിയ അഹങ്കാരം സഹിക്കവയ്യ എന്നാണ്. അതാണ് പലതവണ പറഞ്ഞത്. ദേവന്മാരെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം സിന്ദാബാദ് പാർട്ടിക്കാരാ. അവനവന്റെ കാര്യം നടക്കുന്നത് വരെയുള്ളൂ ജയ ജയാന്ന്. അത് കഴിഞ്ഞാൽ അവർ മാറും. ഈ സ്വാർത്ഥമതികളാണ് ദേവന്മാര്. ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെ സ്വാർത്ഥായ പറ്റുമോ? എന്നാൽ കാര്യം കഴിഞ്ഞപ്പോഴേ ഒരു കൊമ്പ് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന്. എന്നാൽ സ്വർലോകത്ത് ഈ സാധനം വേണ്ട. ഭഗവാൻ അത് മൂടോടെ അങ്ങോട്ട് പുഴുതെടുത്തു. ഇനി സ്വർലോകത്ത് പാരിജാതം വേണ്ട. ഭാമയുടെ കൈ കൊടുത്തു. ഭാമയെ ഇത് കൊണ്ട് നട്ടോളൂ ദ്വാരകയിൽ. സത്യഭാമയുടെ കൈ കൊടുത്തു. ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ സത്യഭാമയും ദ്വാരകയിൽ വന്നു. ദ്വാരകയിൽ വന്നപ്പോൾ ഭഗവാനെ കാണാൻ അപ്പം ശ്രീനാരദ മഹർഷി നിൽക്കുന്നുണ്ടാവും. ർബുദം ക്ലഹ്മാദേ തം ചാപീജിതവാൻ രാമോ ധർമ്മേണ ചലമാശ്രിതാ രുക്മീജിതം മയാത്രേണേ വദന്തു പ്രാശ്നികാസമിതായം ദശമേതരാർത്ഥേ അനിരുദ്ധ വിവാഹേ രുക്മിവധോ നാമ ഏകഷഷ്ടിതമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ 16,108 വിവാഹങ്ങൾക്ക് ശേഷം പിന്നീട് പറഞ്ഞത് ഭഗവാന്റെ പേരക്കുട്ടികളുടെ വിവാഹമാണ്. ഭഗവാന്റെ മക്കളുടെ കഥ പറഞ്ഞു. മകളുടെ ചാരുമതിയായിരിക്കുന്ന
മകളെ വിവാഹം കഴിച്ചു കൊടുത്തു ഭഗവാൻ. പിന്നീട് പേരക്കുട്ടികളുടെ വിവാഹം പറയണു. പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ രുക്മിണിയുടെ പേരക്കുട്ടിയെ ഭഗവാന്റെ പേരക്കുട്ടി വിവാഹം കഴിച്ചു എന്ന് പറയാം. ഭഗവാന്റെ പുത്രൻ പ്രദ്യുമ്നൻ, പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധൻ. ഭഗവാന്റെ പേരക്കുട്ടിയായ അനിരുദ്ധൻ രുക്മിണിയുടെ പേരക്കുട്ടിയായിട്ടുള്ള ആ രോചനയെ വിവാഹം കഴിച്ചു. പേരക്കുട്ടികൾ തമ്മിലുള്ള വിവാഹം. ആ പേരക്കുട്ടികൾ തമ്മിലുള്ള വിവാഹത്തിൻ്റെ ആഘോഷവേളയിൽ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലഭദ്രനും രുക്മിയും തമ്മിൽ ആ ചൂത് കളിച്ചത്. ആദ്യത്തെ കളി മുഴുവൻ ബലഭദ്രൻ തോറ്റു. രുക്മി കളിയാക്കി, ഇത് രാജകീയ വിനോദമാണ്, റോയൽ ഗെയിമാണ്, നിങ്ങളെപ്പോലെയുള്ള ഈ ഗോപാലന്മാർക്ക്, പശുവിനെ മേയ്ക്കുന്നവർക്ക് പറ്റിയ കളിയല്ല, ഞങ്ങളെപ്പോലുള്ള രാജാക്കന്മാർക്ക് പറ്റിയാണ്, റോയൽ ഗെയിമാണെന്ന് പറഞ്ഞു. പിന്നത്തെ കളി മുഴുവൻ ബലഭദ്രനാ ജയിച്ചത്. താനാ ജയിച്ചത് എന്ന് പറഞ്ഞ് പന്തയപ്പടം മുഴുവൻ വാരിയെടുത്തു രുക്മി. അത് അബ്രവീൽ നഭോവാണി, അശരീരി വന്നു. ആ നേരത്ത് ബലഭദ്രനാ ജയിച്ചത് കളി മുഴുവൻ, രുക്മി കള്ളത്തരം പറയുകയാണെന്ന്. താമസം ഉണ്ടായില്ല, ക്രുദ്ധനായ ബലഭദ്രൻ ഇരുമ്പലൊക്കെ എടുത്ത് രുക്മിയുടെ കഥ കഴിച്ചു. തൻ്റെ ഏട്ടൻ ഭാര്യയുടെ ഏട്ടനെ തല്ലിക്കൊന്നപ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല ഭഗവാൻ. ഭഗവാന്റെ ഡിപ്ലോമസി. മോശമായി എന്ന് പറഞ്ഞാൽ ഏട്ടന് വിഷമാവും, നന്നായി എന്ന് പറഞ്ഞാൽ ഭാര്യ മൊത്ത വീർപ്പിക്കും. അപ്പം എന്താ വേണ്ടേ? മിണ്ടാണ്ടിരിക്കാം. ന ബ്രൂയാൽ സത്യം അപ്രിയം. ഭഗവാന്റെ ഡിപ്ലോമസി നോക്കൂ. വേണ്ട കാര്യം വേണ്ട സമയത്ത് പറയാവൂ, അല്ലാണ്ട് വെറുതെ നാക്കിട്ടടിക്കരുത്. അപ്പം ന ബ്രൂയാൽ സത്യം അപ്രിയം. സത്യം ബ്രൂയാൽ, സത്യം പറയണം. പ്രിയം ബ്രൂയാൽ, പ്രിയമായിട്ടുള്ളത് പറയണം. പക്ഷേ അപ്രിയമായ സത്യങ്ങൾ, ന ബ്രൂയാൽ സത്യം അപ്രിയം, അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയരുത് എന്ന് വെച്ചിട്ട് പ്രിയം ച ന അനൃതം ബ്രൂയാൽ, പ്രിയമാണെന്ന് വിചാരിച്ച നുണയും പറയരുത്. ഇതൊക്കെയാണ് വാക്കുകളുടെ പ്രയോഗം എന്ന് പറയണത്. അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, ഭഗവാന്റെ ഡിപ്ലോമസി. പിന്നെ ഭഗവാന്റെ ആ ദാമ്പത്യത്തിനെ കുറിച്ച് പറയുന്നു. ഭഗവാനും രുക്മിണിയും തമ്മിലുള്ള പ്രണയകലഹം എന്നാണ് നമുക്ക് വായിച്ചാൽ തോന്നാം. പക്ഷേ അത് ആ വായിച്ചാൽ നമുക്ക് തോന്നുന്നത് പ്രണയകലഹം മാത്രമാണ്. ആ രുക്മിണി ദേവിയുടെ ഗർവം അകറ്റാനായിട്ട് ഭഗവാൻ അനുഷ്ഠിച്ച ലീലയാണ് കർഹിജൽ അധ്യായം. ഭാഗവതത്തിൽ 60-ാമത്തെ അധ്യായം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ എന്നും നിർബന്ധമായിട്ട് വായിക്കണം ഈ അധ്യായം എന്നാണ് ആചാര്യന്മാർ പറയുക. വിവാഹം കഴിക്കാൻ പോകുന്നവരും വായിക്കണം. അതെന്താണെന്നുള്ളത് അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് അനുസ്മരിക്കാം. ഭഗവാന്റെ കർഹിജൽ അധ്യായം, പിന്നീട് ബാണയുദ്ധം, പിന്നീട് രാജസൂയം, അങ്ങനെ ഓരോന്നും പ്രശസ്തമായുള്ള ലീലകൾ തുടങ്ങണം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുടരാം.